വിക്രമാദിത്യ കഥകൾ ഭാഗം 52. 15-ാം സാലഭഞ്ജിക പറഞ്ഞ കഥ കാഞ്ചന ലത. 15-ാം ദിവസം പ്രഭാതത്തിൽ സിംഹാസനാരോഹണത്തിന് സന്നദ്ധനായി വന്ന ഭോജ മഹാരാജാവിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അവിടെ കാവൽ നിന്നിരുന്ന സാലഭഞ്ജിക വിക്രമാദിത്യ മഹിമകളെക്കുറിച്ച് ഒരു കഥ പറയാൻ ആരംഭിച്ചു. കാഞ്ചനപുരി എന്ന നഗരത്തിന് ആ പേരുണ്ടാക്കിക്കൊടുത്ത കാഞ്ചനലത എന്നൊരു ഭൂലോക സുന്ദരിയുണ്ടായിരുന്നു. അവളുടെ സൗന്ദര്യ പൊലിമയിൽ ആകൃഷ്ടരായി വന്നവരെല്ലാം നശിച്ചു പോകാറാണ് പതിവ്. കാഞ്ചനലതയെ വിവാഹം കഴിക്കുന്ന പുരുഷൻ പിറ്റേന്ന് പ്രഭാതത്തിൽ മരിച്ചു കിടക്കുന്നത് കാണാം. മരണകാരണം തികച്ചും അജ്ഞാതമായിരുന്നു. ആർക്കും ഒന്നും അതിനെപ്പറ്റി അറിയുകയില്ല. ഒട്ടേറെ യുവാക്കൾ ഈ രീതിയിൽ അപമൃത്യുവിന് ഇരയായിട്ടുണ്ട്. കാടാറ് മാസത്തിന് പുറപ്പെട്ട വിക്രമാദിത്യൻ കാഞ്ചനപുരിയിലാണ് എത്താനിടയായത്. അദ്ദേഹം നഗരത്തിൽ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാഞ്ചനലതയുടെ ഭവനത്തിൽ നടന്നുകൊണ്ടിരുന്ന അതിശയ മരണത്തെപ്പറ്റി കേൾക്കുവാനിടയായി. ധീരനായ രാജാവ് അതൊന്ന് പരീക്ഷിക്കാൻ തീർച്ചയാക്കി അവളുടെ ഗൃഹത്തിലേക്ക് തിരിച്ചു. സുന്ദരനായ വിക്രമാദിത്യനെ കാഞ്ചനലത സ്നേഹ ആദരങ്ങളോടെ പരിചരിച്ചു. അനന്തരം അവൾ അദ്ദേഹത്തിനു വേണ്ടി കിടക്ക വിരിച്ച് തയ്യാറാക്കിയപ്പോൾ താൻ ഇതുവരെ കട്ടിലിൽ കിടന്നിട്ടില്ലാത്തതുകൊണ്ട് കിടക്ക താഴെ വിരിക്കുന്നതാണ് ഉത്തമമെന്ന് അദ്ദേഹം പറഞ്ഞു. ഏതാനും നിമിഷങ്ങൾക്കകം മൃത്യുവിനിരയാകാൻ പോകുന്ന വിക്രമാദിത്യന്റെ സംഭാഷണം കേട്ട് അവൾ ഹാസ്യരീതിയിൽ ചിരിച്ചുവെങ്കിലും അദ്ദേഹം ഒന്നും അറിയാത്ത ഭാവത്തിൽ ഉറക്കം അഭിനയിച്ചു കിടന്നു. അർദ്ധരാത്രിയായപ്പോൾ കാഞ്ചനലത വിശേഷ വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അരികിൽ വന്നുവെങ്കിലും അത് കാണാത്ത ഭാവത്തിൽ അദ്ദേഹം തിരിഞ്ഞു കിടന്നു. അവളുടെ വിദ്യകൾക്കൊന്നും അദ്ദേഹത്തെ കീഴ്പ്പെടുത്താനായില്ല. കുറെ കഴിഞ്ഞപ്പോൾ അവൾ കിടന്നുറങ്ങി. വിക്രമാദിത്യൻ പതുക്കെ എഴുന്നേറ്റ് ഒളിച്ചു നിന്നു. അല്പനിമിഷങ്ങൾക്കുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കാഞ്ചനലതയുടെ നാസ്വാദ്വാരത്തിൽ നിന്ന് ഒരു സ്വർണനാഗം ഫണമുയർത്തി ചീറ്റിക്കൊണ്ട് പുറത്തു വരികയും തലയണയിൽ ആഞ്ഞുകൊത്തുകയും ചെയ്തു. ഈ നാഗമാണ് അവളുടെ പതികളെ കടിച്ചു കൊല്ലുന്നതെന്ന് മനസ്സിലാക്കിയ വിക്രമാദിത്യൻ അതിനെ മന്ത്രവാൾ കൊണ്ട് വെട്ടിക്കൊന്നു. അനന്തരം അദ്ദേഹം കാഞ്ചനലതയെ വിളിച്ചുണർത്തി കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി. പിറ്റേ ദിവസം രാവിലെ മുറിയിൽ നിന്ന് ശവമെടുത്തുകൊണ്ടു പോകുവാൻ തയ്യാറായി നിന്നിരുന്ന വേലക്കാരുടെ ഇടയിലേക്ക് അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഇറങ്ങിച്ചെന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ഈ അത്ഭുതം കണ്ട് അവരെല്ലാം വിസ്മയിച്ചു. കാഞ്ചനലതയെ വിവാഹം ചെയ്ത ഒരാളും ജീവനോടെ വെളിയിൽ വരാറില്ലാത്തതാണ്. അന്നത്തെ അത്ഭുതാവഹമായ വാർത്തയറിഞ്ഞ് ഓടിക്കൂടിയ ജനസഞ്ചയത്തോട് അദ്ദേഹം സകല കാര്യങ്ങളും വിവരിച്ചു കൊടുത്തു. അതോടുകൂടി കാഞ്ചനലതയുടെ ദുഷ്പേരും അകന്നുപോയി. വിക്രമാദിത്യനെ അവൾ സ്നേഹാദരങ്ങളോടെ സൽക്കരിക്കുകയും ആനന്ദമായി ജീവിക്കുകയും ചെയ്തു. കാടാറ് മാസക്കാലം കഴിഞ്ഞ ഉടനെ അദ്ദേഹം ഉജ്ജയിനിയിൽ ചെന്ന് ഭരണഭാരം ഏറ്റെടുത്തു. കഥ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് ആ സാലഭഞ്ജിക ഭോജന്റെ യോഗ്യതയെയും സിംഹാസനാരോഹണം ചെയ്യാനുള്ള അർഹതയെയും ചോദ്യം ചെയ്തു. അപ്പോഴേക്കും സന്ധ്യ ആയതിനാൽ രാജാവും മന്ത്രിയും സദസ്സ് പിരിച്ചുവിട്ട് നിത്യകർമ്മങ്ങൾക്ക് വേണ്ടി പോയി. 16-ാം സാലഭഞ്ജിക പറഞ്ഞ കഥ 4 സഹോദരന്മാർ. അടുത്ത പ്രഭാതത്തിലും സിംഹാസന ആരോഹണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കപ്പെട്ടു. പതിവ് പോലെ പൂജകളും കർമ്മങ്ങളും കഴിഞ്ഞ ശേഷം ഭോജൻ സിംഹാസനത്തിൽ കയറാൻ 16-ാം പടിയിലെത്തിയപ്പോൾ അവിടെ കാവലുണ്ടായിരുന്ന പ്രതിമ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് കഥ പറയാൻ ആരംഭിച്ചു. പ്രജാവത്സലനായ വിക്രമാദിത്യൻ ഉജ്ജയിനിയിൽ ഭരിക്കുന്ന കാലത്ത് ഒരു സംഭവമുണ്ടായി. ആ നഗരത്തിലെ ധനാഢ്യനായ ഒരു പ്രമാണി അന്തരിച്ചുപോയി. അയാൾക്ക് 4 പുത്രന്മാരുണ്ടായിരുന്നു. അവർ പിതൃസ്വത്ത് ഭാഗിക്കേണ്ടതിനെക്കുറിച്ച് കലഹിക്കാൻ തുടങ്ങി. അവർ ഓസ്യത്തെടുത്ത് നോക്കി. തൻ്റെ കട്ടിലിനു കീഴിൽ കുഴിച്ചിട്ടിട്ടുള്ള ധനമെടുത്ത് സഹവർത്തിത്വത്തോടെ ജീവിക്കണമെന്നായിരുന്നു അതിലെഴുതിയിരുന്നത്. 4 സഹോദരന്മാരും കൂടി ഭൂമി കുഴിച്ചു നോക്കിയപ്പോൾ 10 കുടം നിറയെ കരിയും 1 കുടം നിറയെ എല്ലുമാണ് കണ്ടെത്തിയത്. പിതാവിൻ്റെ ധനമെല്ലാം എവിടെയെന്നോർത്ത് അവർ വിഷമിച്ചു. ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും അതിശയമുണ്ടായിരിക്കുമെന്നും അത് തെളിയിക്കാൻ വിക്രമാദിത്യനെ കഴിയൂ എന്ന് ഉറപ്പിച്ച് അവർ അദ്ദേഹത്തെ സമീപിച്ചു. എന്നിട്ട് ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു.
ഇത് കേട്ടപ്പോൾ ചക്രവർത്തി പറഞ്ഞു, നിങ്ങളുടെ പിതാവിൻ്റെ സ്വത്ത് ഒരിടത്തും പോയിട്ടില്ല. നിങ്ങൾ കലഹിക്കാതെ പരസ്പരം മൈത്രിയോടുകൂടി ജീവിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ വിദ്യ പ്രയോഗിച്ചത്. കുടത്തിൽ കാണുന്ന എല്ലുകളുടെ എണ്ണത്തിന് തുല്യമായ പശുക്കളെ അദ്ദേഹം ഒരിടത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അവയെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യാനാണ് അദ്ദേഹം നിങ്ങളെ ഉപദേശിക്കുന്നത്. 10 കുടങ്ങളിൽ കാണുന്ന കരിയൊന്നും കരിയല്ല, അവ സ്വർണമാണ്. നിങ്ങൾക്ക് സുഖമായി ജീവിക്കുവാൻ വേണ്ടത്ര പണം ഇതിലുണ്ട്. നിങ്ങളിതെല്ലാം ഭാഗിച്ചെടുത്ത് രക്ഷാധികാരിയായി മൂത്ത സഹോദരനെ ഏൽപ്പിക്കുകയും കലഹിക്കാതെ ജീവിക്കുകയും ചെയ്യണം. 4 സഹോദരന്മാർക്കും സംതൃപ്തിയായി. അവർ സ്വപിതാവിൻ്റെ ആഗ്രഹം അനുസരിച്ച് ജീവിക്കാൻ നിശ്ചയിച്ച് വിക്രമാദിത്യനോട് വിട വാങ്ങി. കഥ തീർന്ന് സാലഭഞ്ജിക ചോദിച്ചു, ഹേ ഭോജ മഹാരാജാവേ, ഇത്രയേറെ കുശാഗ്രബുദ്ധിയും പരഹൃദയജ്ഞാനിയുമായ വേറെ ഏതെങ്കിലും ഒരു രാജാവിനെപ്പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ന്യായാചരണത്തിൽ ധർമ്മദേവനെ പോലും തോൽപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈ മഹനീയ സിംഹാസനത്തിൽ നിങ്ങൾ കയറുന്നത് സൂക്ഷിച്ചു വേണം. കഥ അവസാനിപ്പിച്ചുകൊണ്ട് ആ സാലഭഞ്ജിക ദീർഘമായൊന്ന് നിശ്വസിച്ചു. അപ്പോഴേക്കും സന്ധ്യ ആയിരുന്നതിനാൽ സദസ്സ് പിരിഞ്ഞു. രാജാവ് നിശബ്ദനായി കൊട്ടാരത്തിലേക്ക് നടന്നു. 17-ാം സാലഭഞ്ജിക പറഞ്ഞ കഥ. ബ്രാഹ്മണന്റെ തപസ്. 17-ാം ദിവസം പ്രഭാതത്തിൽ സിംഹാസനത്തിലേക്ക് കയറി വന്ന ഭോജരാജാവിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അവിടെ നിന്നിരുന്ന സാലഭഞ്ജിക കഥ പറയാൻ ആരംഭിച്ചു. ചിത്രകൂട പർവ്വതത്തിൽ ഒരു ബ്രാഹ്മണൻ 100 വർഷമായി തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പർവ്വതത്തിന് മുകളിൽ ശിലാനിർമ്മിതമായ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. അതിൻ്റെ കവാടത്തിൽ നിന്ന് നെയ് ഇറ്റിറ്റു വീഴുകയും താഴെ പതിക്കുമ്പോൾ പാലായി രൂപം പ്രാപിക്കുകയും ചെയ്തു വന്നിരുന്നു. ക്ഷേത്രത്തിലെ അധിഷ്ഠ ദേവതയായ ശ്രീദുർഗയുടെ കൃപാകടാക്ഷത്തിനു വേണ്ടി ഘോര തപസ് ചെയ്യുന്ന ബ്രാഹ്മണനെ ഒരു നാൾ വിക്രമാദിത്യൻ കാണാനിടയായി. 16 മാസക്കാലമായതുകൊണ്ട് അപ്പോൾ അദ്ദേഹം ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. 100 കൊല്ലം കൊടും തപസ് അനുഷ്ഠിച്ചിട്ടും ദുർഗാദേവി ബ്രാഹ്മണന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നറിഞ്ഞ വിക്രമാദിത്യൻ ദേവിയെ സ്മരിച്ച് മുന്നിൽ വരുത്തുകയും അയാളിൽ കനിയാത്തതിന് കാരണം ചോദിച്ചറിയുകയും ചെയ്തു. അപ്പോൾ ദേവി പറഞ്ഞു, വിക്രമാദിത്യ, അയാൾ 100 കൊല്ലമായി തപസ് ചെയ്യുന്നു എന്നത് സത്യമാണ്. പക്ഷേ അത് ഭക്തിയോടെ അല്ലായിരുന്നു. അയാളുടെ മനസ്സ് ഇപ്പോഴും ഉറച്ചു കഴിഞ്ഞിട്ടില്ല. സംയമന ശക്തി സിദ്ധിച്ചിട്ടില്ലാത്തവരിൽ എനിക്ക് പ്രീതി ഉണ്ടാകാറില്ല. വിക്രമാദിത്യൻ അപേക്ഷിച്ചു, അമ്പേ, ആ ബ്രാഹ്മണനോട് ദയ കാണിക്കണം. അയാൾ ദേവിയുടെ ദർശനം അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. ദേവി അത് സമ്മതിച്ച് ബ്രാഹ്മണന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും അയാൾക്ക് വരം കൊടുത്ത് ആശീർവദിക്കുകയും ചെയ്തു. അനന്തരം വിക്രമാദിത്യ ചക്രവർത്തി ഉജ്ജയിനിയിലേക്ക് മടങ്ങി. സാലഭഞ്ജിക കഥ നിർത്തി. അപ്പോഴേക്കും സന്ധ്യ മയങ്ങി സദസ്സ് പിരിയുകയും ചെയ്തു. 18-ാം സാലഭഞ്ജിക പറഞ്ഞ കഥ. ധർമ്മിഷ്ഠൻ. 18-ാം ദിവസവും സിംഹാസനാരോഹണത്തിനുള്ള സജ്ജീകരണങ്ങൾ തയ്യാറാക്കി. സദസ്യർ ശ്വാസം പോലും അടക്കി ഉത്കണ്ഠാകുലരായി മിഴിച്ചു നോക്കി നിൽക്കെ ഭോജരാജാവ് 17 പടികളും കടന്ന് 18-ാമത്തതിൽ കാൽ വച്ചു. വൈകാതെ അവിടെ നിന്നിരുന്ന സാലഭഞ്ജിക അദ്ദേഹത്തെ തടയുകയും വിക്രമാദിത്യന്റെ സിംഹാസനത്തിൽ കയറാൻ അദ്ദേഹത്തിനുള്ള അർഹതയെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അപ്പോൾ രാജാവ് ചോദിച്ചു, ഇത്രയും വീരപരാക്രമിയായിരുന്ന വിക്രമാദിത്യനെ പറ്റി നിങ്ങൾക്ക് എന്താണ് വിശേഷവിധിയായി പറയാനുള്ളത്? ഭോജരാജാവിൻ്റെ വിനയത്തോടുള്ള അഭ്യർത്ഥന കേട്ട് സാലഭഞ്ജിക പുതിയ കഥ ആരംഭിച്ചു. കാശി രാജാവായ ധർമ്മിഷ്ഠൻ പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരു കുളം കുഴിപ്പിച്ചു. ഒട്ടേറെ പണവും കായിക ശക്തിയും ചെലവാക്കി കുഴിക്കപ്പെട്ട ആ കുളത്തിൽ എത്ര ശ്രമിച്ചിട്ടും ഒരു തുള്ളി വെള്ളമുണ്ടായില്ല. ഒരു പുണ്യപ്രവൃത്തിക്കായി ഇത്രയേറെ അധ്വാനിച്ചിട്ടും ഫലം കിട്ടാതായപ്പോൾ നിരാശനായ ധർമ്മിഷ്ഠൻ ആത്മഹത്യക്കൊരുങ്ങി. പെട്ടെന്നാണ് ഒരു അശരീരി കേട്ടത്. അദ്ദേഹത്തിൻ്റെ പൂർവജന്മ പാപങ്ങൾ കാരണമാണ് കുളത്തിൽ വെള്ളം വരാത്തതെന്നും 32 ലക്ഷണങ്ങളും സദ്ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരു ശ്രേഷ്ഠ പുരുഷന്റെ ശിരസറുത്ത് രക്തമർപ്പിച്ചാൽ ഇംഗിതം സാധിക്കുമെന്നുമായിരുന്നു അശരീരിയുടെ പൊരുൾ.
ഈ ഗുണങ്ങളെല്ലാം തികഞ്ഞ ഒരു പുരുഷന്റെ ബലിക്ക് പ്രതിഫലമായി അയാളുടെ തൂക്കത്തിലുള്ള സ്വർണം കുടുംബാംഗങ്ങൾക്ക് കൊടുക്കുമെന്ന് രാജാവിൻ്റെ പ്രഖ്യാപനമുണ്ടായി. പ്രഖ്യാപനത്തോടൊപ്പം സ്വർണവും പരസ്യമായി ആ കുളക്കരയിൽ പ്രദർശിപ്പിച്ചിരുന്നു. വേഷം മാറി അപ്രതീക്ഷിതമായി ആ വഴിയെ വരാനിടയായ വിക്രമാദിത്യൻ കുളത്തിൽ വെള്ളം കാണാത്തതിൻ്റെ കാരണവും അതിനുള്ള പരിഹാരമാർഗവും കേട്ടറിഞ്ഞു. തൻ്റെ മരണം കൊണ്ട് ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ ആവശ്യമായ ജലം കിട്ടുമെങ്കിൽ കേവലം നിസാരമായ ഈ ജീവിതം അവസാനിപ്പിക്കുകയല്ലേ നല്ലത്? അദ്ദേഹം ഉടനെ കുളത്തിലിറങ്ങി വാളെടുത്ത് സ്വന്തം ശിരസ് ഛേദിക്കുവാൻ തുടങ്ങി. രക്തം പ്രവഹിച്ച് അവിടെയെല്ലാം നനഞ്ഞു. പെട്ടെന്ന് ഭദ്രാദേവി പ്രത്യക്ഷയായി അദ്ദേഹത്തെ ആ സാഹസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അഭീഷ്ടമെന്തെന്ന് ആരായുകയും ചെയ്തു. അപ്പോൾ വിക്രമാദിത്യൻ പറഞ്ഞു, അംബികെ, അവിടുത്തെ മക്കൾ കുടിക്കുവാനും കുളിക്കുവാനും വെള്ളമില്ലാതെ വിഷമിക്കുകയാണ്. ദയവുണ്ടായി ഈ കുളത്തിൽ ഒരിക്കലും വറ്റാത്ത ജലപ്രവാഹം ഉണ്ടാക്കി തന്നാലും. വത്സ, നിന്റെ അപേക്ഷ തട്ടിമാറ്റാൻ എനിക്ക് സാധിക്കുകയില്ല. നിന്റെ ആഗ്രഹാനുസരണം എല്ലാം സംഭവിക്കട്ടെ. ദേവിയുടെ അനുഗ്രഹത്താൽ ആ കുളത്തിൽ ജലം നിറഞ്ഞു. വിക്രമാദിത്യൻ അപ്പോൾ തന്നെ ഉജ്ജയിനിയിലേക്ക് തിരിച്ചു. അടുത്ത ദിവസം ഈ വാർത്തയറിഞ്ഞ ധർമ്മിഷ്ഠൻ വിക്രമാദിത്യൻ്റെ ത്യാഗസന്നദ്ധതയിൽ സംതൃപ്തനാകുകയും അദ്ദേഹത്തെ കാണാൻ ഉജ്ജയിനിയിലേക്ക് തിരിക്കുകയും ചെയ്തു. കാഴ്ചദ്രവ്യമായി വിലപിടിച്ച രത്നങ്ങളും കൊണ്ടുപോയിരുന്നു. വിക്രമാദിത്യൻ അദ്ദേഹത്തെ സ്വീകരിക്കുകയും അഭിനന്ദനങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്തു. സാലഭഞ്ജിക കഥ പറഞ്ഞു നിർത്തിക്കൊണ്ട് ഭോജരാജാവിനോട് പറഞ്ഞു, പരോപകാര തൽപരനായിരുന്ന വിക്രമാദിത്യൻ്റെ അനശ്വര ഗുണഗണങ്ങളുടെ ഒരംശമെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങേക്ക് ഈ സിംഹാസനത്തിൽ കയറാം. ഭോജരാജൻ മൂകത പാലിച്ചതേയുള്ളൂ. സമയം വൈകി സദസ്സ് പിരിഞ്ഞു.